ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നത്തെ ഡേ ഫുള്ളും സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നേക്കുവാണ്. വേറെ എവിടെയൊന്നുമല്ല, നമ്മുടെ എറണാകുളത്തെ പോത്തോട്ടയിലെ അടിപൊളി റിസോർട്ടിലാണ് ഇന്നും നമ്മൾ മൊത്തം സ്പെൻഡ് ചെയ്യാൻ പോണത്. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ഫാമിലി കൊണ്ടിരിക്കുന്ന കുറച്ച് പേരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ആ കാണുന്ന റിസോർട്ടിലാണ് നമ്മളിന്ന് മൊത്തം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാ വന്ന ബോട്ടുണ്ടല്ലോ, ആ ബോട്ടിൽ വേണം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട്. ബോട്ട് വരാൻ വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ ബോട്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് പേരായിട്ട് പോകാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ലേറ്റ് ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് സൺഡേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് വൈകിയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി കുറച്ച് പേര് അവിടെ പോയി എൻജോയ് ഒക്കെ ചെയ്യാനുണ്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. എന്തിനാ പേടിക്കണേ? നീന്തലറിയാവുന്ന ആ വണ്ടി പുറപ്പെട്ടു. ഇറങ്ങാം. റിസോർട്ടിൻ്റെ പേര് കോക്കനട്ട് മെഡോസ് എന്നാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതേപോലെ തന്നെ ഇവിടെ ഡേ പാക്കേജും ഉണ്ട്, നൈറ്റ് പാക്കേജും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഡേ ആണ്. അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ് നമ്മുടെ പാക്കേജിങ് ടൈം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കപ്പിൾസിനൊക്കെ ആണെങ്കിൽ അവർക്ക് വേറെ പാക്കേജിങ്ങും, ഫാമിലീസൊക്കെ വരുമ്പോഴേക്കും അവർക്ക് അങ്ങനത്തെ ഓരോരോ പാക്കേജിങ്ങാണ് എടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ ഫാമിലി യൂണിറ്റിൻ്റെ ആയതുകൊണ്ട് ഒരുപാട് ഫാമിലീസ് ചേർന്നിട്ടാണ് നമ്മളിന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കോട്ടേജിന് 15,000 രൂപയുടെ ഇതാണ് വരുന്നത്, റേറ്റ് വരുന്നത്. ബാക്കി നമ്മൾ വരുന്നതനുസരിച്ച് അഫോർഡബിളായ റേറ്റിൽ നമുക്ക് ഒരുപാട് പാക്കേജിങ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നൈറ്റ് വരുവാണെങ്കിൽ തന്നെ നമുക്ക് ക്യാമ്പ് ഫയറും അതേപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം അങ്ങനെ ഫുഡും ഒക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാകും. നൈറ്റൊക്കെ നമ്മൾ പാക്കേജിങ് എടുക്കുമായിരുന്നു. ഡേ ആണെങ്കിൽ നമുക്ക് അഡീഷണലി നമുക്ക് പുറത്തുനിന്ന് ഫുഡ് അലൗഡ് ആണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവരോട് പറയുവാണെങ്കിൽ നാടൻ നല്ല അടിപൊളി ഫുഡ് അവർ അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മളിത് ഏകദേശം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ചെന്നിട്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മഴയത്തോ? അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസാണ്, കയാക്കിംഗ് ആണ് മെയിനായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ അനൂസൊക്കെ ആദ്യമേ എടുത്ത് ഓടിയിട്ട് അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം. ഒറ്റക്ക് പോയി അങ്ങോട്ടും പിന്നെ ആ കിടക്കണ തടി കണ്ട തടി ചെരുപ്പ്
ഇപ്പോഴാണോ നീ പറയുന്നത് ഇവിടെ വരെ എത്തിയിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ പറയും എല്ലാം ചെയ്ത് പൊന്നിയതോ എല്ലാം എക്സ്പ്ലോർ ചെയ്യേ ചെല്ല് അനൂസ് ചെല്ല് കേറ് അനു ചെല്ല് ജോക്കടം കേറണ്ടാ ബാ ചെല്ല് ചെരുപ്പിടണ്ട ചെരുപ്പ് ഊരിട്ടോ നിങ്ങൾ പോണ്ട ആ പിള്ളേര് പോട്ടെ അവിടെ അയ്യോ ആ അതിന്റെ അടുത്ത് നമ്മള് കയറാം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ ഒരുപാട് ഫെസിലിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹൗസ് ബോട്ടിംഗ് ഉണ്ട്, പെഡൽ ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ നൈറ്റൊക്കെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ബാർബിക്യൂ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള ബോട്ട് റൈഡ് ഉണ്ട്, ക്യാമ്പ് ഫയർ ഉണ്ട്, ബാംബു റഫ്റ്റിംഗ്, അങ്ങനെ ഒരു ഡേ ഫുള്ള് നമുക്ക് അടിച്ചു പൊളിക്കാം. നമുക്ക് നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു റിസോർട്ടാണ് ഈ ഒരു റിസോർട്ട്, കോക്കനട്ട് മെഡോസ് എന്ന് പറയുന്നത്. ഇതിന് ഐലൻഡ് റിസോർട്ട് എന്നും കൂടെ പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ കായൽ കയാക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ പൂത്തോട്ട കായലിൽ, അതായത് ഒറിജിനൽ കായലിൽ നമുക്ക് കയാക്കിങ് ചെയ്യണമെങ്കിൽ നമുക്ക് 1 മണിക്കൂറിലേക്ക് ഒരാൾക്ക് 200 രൂപയും 2 മണിക്കൂറിനാണെങ്കിൽ 350 ആണ് ഒരാൾക്ക് വരുന്നത്. അത് നമുക്ക് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ടൈമുണ്ട്. ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് അഫോർഡബിൾ സമയത്ത് നമുക്ക് വന്നിട്ട് ചെയ്യാവുന്നതാണ്. അവര് കൊണ്ടുപോയി അത് അങ്ങോട്ട് പോയി. അനു എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ചേട്ടനില്ലല്ലോ. ഈ ചേട്ടനോട് പറയും തൊപ്പി വെച്ചു. അങ്ങോട്ട് പോ.
വേണ്ട. അപ്പോൾ ആ കാണുന്നതാണ് പൂത്തോട്ട പാലം. അപ്പോൾ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ ആണ് പൂത്തോട്ട. അപ്പോൾ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മുടെ റിസോർട്ടിലോട്ട്. അപ്പോൾ റിസോർട്ടിലോട്ട് വരുമ്പോൾ ഉള്ള ഫസ്റ്റ് എൻട്രൻസും കാര്യങ്ങളാണ് ഇതുള്ളത്. അപ്പോൾ ഇവിടെ മൊത്തം നമ്മുടെ ആൾക്കാരാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമുക്ക് റെസ്റ്റൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഊഞ്ഞാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിവിടെ എൻജോയ് ചെയ്ത് ഇവർ കളിക്കണയൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. അതാണ് നമ്മൾ വന്ന ബോട്ട്. അപ്പോൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കോട്ടേജ് ഉണ്ട്. അതായത് കപ്പിൾസ് കോട്ടേജ് ആണ്. അതായത് ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും മാത്രമേ ഇവിടെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ നമുക്ക് 2 പേർക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ ഫാമിലീസിനൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കോട്ടേജാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വെറുതെ അനൂസൊക്കെ അതുവഴിയൊക്കെ കയാക്കിംഗ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട്. അനൂസ് മാത്രമല്ല കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിങ്ങനെ ചുറ്റും നമ്മുടെ റിസോർട്ടൊക്കെ കണ്ട് കയാക്കിംഗ് ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബാക്ക് വാട്ടേഴ്സിലൂടെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ നേച്ചറൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ ഒരു ഡേ ഫുള്ള് നമുക്ക് നല്ല ക്ലൈമറ്റും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. നമുക്കിതുപോലെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിട്ട് നിൽക്കാൻ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസിന് വർത്താണിത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റിസോർട്ട്. നമുക്ക് ടൈം പോണത് പോലും അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തത്. നമ്മൾ ഇത്ര എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഇത്ര ഉണ്ടാവുമെന്നൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് അടിപൊളിയായിട്ട് നമ്മൾ അത് പിള്ളേരാണ് കയാക്കിങ് ഒക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. അത് ബാക്കിയുള്ള പിള്ളേർ ഇവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. അതുപോലെ നമുക്ക് കിടന്നാടണമെങ്കിൽ അങ്ങനത്തെ സൗകര്യങ്ങളുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ അതുമുണ്ട്. നമുക്ക് ഇങ്ങനെ വെയിറ്റിംഗ് ഷെഡ് പോലെയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെയൊക്കെ വെയിറ്റ് ചെയ്തേക്കാം. പിള്ളേർ ഇവിടെ എൻജോയ് ചെയ്യും. പിള്ളേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ മസ്റ്റായിട്ടും നമുക്ക് വരാൻ പറ്റിയ നല്ല അടിപൊളി നമുക്ക് അടുത്ത് തന്നെയുള്ള ഒരു റിസോർട്ടാണ്. അത് അഫോർഡബിളായ റേറ്റിലും. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ എന്തായാലും ഒന്ന് മസ്റ്റായിട്ടും ഒരു ഡേ ഒന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് വരണം. ഇവിടെ 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 അടിപൊളി മഴ. കുറച്ചേ നടക്ക ഫസ്റ്റ് ടൈം അല്ലേ ഞാൻ ചെയ്യണേ? പേടി മാറിയോ? ജീൻസ് ഫുള്ള് നനഞ്ഞു. ഇനിയിപ്പോൾ മഴ പെയ്യാന്നോണ്ട് കുഴപ്പമില്ല അല്ലേ അനു? അപ്പോൾ മഴ പെയ്തുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇത് സ്റ്റേ ചെയ്യാൻ പോണത്. ഇതാണ് 10,000 രൂപയുടെ ആ പാക്കേജ് എടുത്ത ഈ ഒരു വില്ലയിലാണ് നമ്മളിന്ന്
സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണം, പിന്നെ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ ആയതുകൊണ്ട് നമുക്ക് പുറത്തോട്ട് ഇനി ഇറങ്ങാൻ ചാൻസ് ഇല്ല. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ പോണതിന് മുമ്പായിരിക്കും ഇനി അടുത്ത കയാക്കിങ് ഒക്കെ ചെയ്യണത്. അപ്പോൾ അത് ഇവിടെ നമ്മൾ ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കസേരയൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഫുഡൊക്കെ എടുത്ത് വെക്കണേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡിൽ നമുക്ക് ഊഞ്ഞാലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് പിള്ളേർക്ക് വേണമെങ്കിൽ, പിള്ളേർക്ക് മാത്രമല്ല മുതിർന്നവർക്കാണെങ്കിലും എൻജോയ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഒരു റൂം ടൂർ പോലെ കാണിച്ചു തരാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ സോഫയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ഏരിയ ആണ്. നമുക്ക് ഇവിടേക്ക് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് മെയിനായിട്ട് 2 ബെഡ്റൂമാണുള്ളത്. പിന്നെ ഇത് കിച്ചണാണ്. കിച്ചണിൽ സ്റ്റൗവും കാര്യങ്ങളൊന്നുമില്ല, ഫ്രിഡ്ജുണ്ട്. പിന്നെ അത്യാവശ്യം സൗകര്യങ്ങൾ, പാത്രമൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കബോർഡൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കിച്ചണാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു റൂമുണ്ട്, നമുക്ക് ഡബിൾ ഇതാട്ടോ, ഒരു റൂമും AC ഉണ്ട്, ഫാനുണ്ട്. പിന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഒരു റൂം വരുന്നത്. പിന്നെ അടുത്ത റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂം പോലെ കുറച്ച് വലുതാണ്. എല്ലാത്തിലും ACയും ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ബാത്റൂമും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എടുത്തേക്കണ ഈ ഒരു കോട്ടേജിലുള്ളത്. അപ്പോൾ ഫുഡ് ടൈമാണ്. അപ്പോൾ നമുക്ക് മോരുണ്ട്, ക്യാബേജ് ഉണ്ട്, ചിക്കൻ വറുത്തതുണ്ട്, പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ, പിന്നെ സലാസും ഉണ്ട്. ഇത്രയാണ് നമ്മുടെ ഫുഡ്. ഇത് നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ ഇതിന് വരുത്തിച്ചാണ്. നമുക്ക് വേണമെങ്കിൽ ഇവരോട് പറയുവാണെങ്കിൽ, നേരത്തെ മുൻകൂട്ടി പറയുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിഷൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അവർ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് തരും കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്കിവിടെ ക്യാരംസ് ബോർഡ്, അതുപോലെ തന്നെ ചെസ് ഉണ്ട്, പിന്നെ ഫുട്ബോളുണ്ട്, അതേപോലെ തന്നെ ഷട്ടിൽ ബാറ്റുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേരൊക്കെ അതൊക്കെ കളിക്കുകയാണ്. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാർ വിചാരിച്ചു ദംഷൻ ആർട്സ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ ദംഷൻ ആർട്സ് കളിക്കാനായിട്ട് പോയിട്ടാണ്. പുറകിലുള്ള കസേര ഇരിക്കരുത്, മുമ്പിലുള്ള കസേരയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ. മുമ്പോട്ട് കറങ്ങണം, മുമ്പിലുള്ള കസേരയിൽ ഇരിക്കണം കേട്ടോ. പരീക്ഷയൊന്നുമല്ല, ചുമ്മാ ചോദിച്ചാലും ജയിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ട്രയൽ നോക്കാം, ശരിയാ, ഫസ്റ്റ് ട്രയല്. കസേര തുടരുക, കസേര തുടരാൻ മറന്നില്ല. കസേര തൊടാൻ അങ്ങോട്ടും അങ്ങോട്ട് നോക്കി നിൽക്ക്. 1 2 3 സ്റ്റാർട്ട്.
അപ്പോൾ വൈകുന്നേരം അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ചു. അത് ഞങ്ങൾക്ക് സമൂസ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച ശേഷം പിന്നെയും നമ്മളിത് മഴയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും പിള്ളേരൊക്കെ കയാക്കിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇതുവഴിയേ പറ്റൂ കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. പഠിക്ക്, അങ്ങനെയാണെങ്കിൽ കയാക്കിന് വിടാം. ഇല്ല, അവൻ പൊക്കോളും. ഇഷ്ടപ്പെട്ടാ? ഇതേ പതുക്കെ പതുക്കെ. ജോക്കൂടെ രക്ഷിക്ക്. നീ അവിടെ എന്തുണ്ടാക്ക? എടി അങ്ങോട്ടല്ലടി ഇങ്ങോട്ട്. പിന്നെ ഡ്രസ് വാങ്ങാൻ ഇവിടെ അടുത്തല്ലേ വീട്. ഇവിടെ വരെ വന്നിട്ട് ഇങ്ങോട്ട് അനുമോളെ ഇങ്ങോട്ട് വാ
ഇനി ഏതിലാ? ഇതേ ഓറഞ്ച് ഉണ്ട്. ചെല്ലേ, ഞാൻ കൊച്ചിന്റെ മേത്ത് വീഴ്ത്തല്ലേ. ആ അത് ഇവിടെ ബുക്കിട. പിടിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലേ? എനിക്ക് ആകെ കുഴപ്പമില്ല. ആഴ്ചയാണ് ആഴ്ച ഊടുമാതിരി ഇരിക്കും. ഇതാണ് ഈ വലിയ നല്ലതായിരുന്നു. കുറെ ആ ഫുള്ള് കറങ്ങിട്ട് അന്ന് കൊച്ചും കറങ്ങാൻ പറ്റും. ജോക്കറിന് ആദ്യം ഈ ബാക്കിലല്ലേ ഒരു മിനിറ്റ്. ഇത് ആ ഇത് ബാക്കിൽ അതങ്ങോട്ട് കയറിയിരുന്നു വന്നിട്ട് മതി. കയറിക്കോ. അത് നിനക്ക് ഇത് തന്നെ പണിയാനു. ഇതിന്റെ ഒരു കൈ എന്തേ അടുത്തെടുത്തോ. ഏതാ ഈ വെള്ളം അങ്ങോട്ടാണ് ഉള്ളത്. ആ വഴി പോയി ഇത് അവളുടെ അങ്ങോട്ടേക്ക് പോകണം. നനയും ഡ്രസ്സ് നനയും. നോക്കിയേ, വിടൂല നിന്നെ. ഓടി വാ. എന്റെ കൈക്ക് വേനം കേട്ടോ. വെള്ളത്തിൽ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. വെയിറ്റ് പറഞ്ഞപ്പോ മറ്റേ എനിക്ക് ആ സൈഡ് ഇങ്ങനെ കൂടിച്ചിരിക്കാത്തതാണ് എനിക്ക് എന്താ പറഞ്ഞു എനിക്ക് ആദ്യം പറയാം. നല്ല വെയിറ്റ് ഉണ്ടായി. സത്യം
പണി പാളിയോ ഈ പങ്കായ വലിച്ചു പിടിച്ചങ്ങോട്ടേ പങ്കായ പങ്കായ തലയിൽ ദിവസം ചേട്ടൻ നീന്തണേ എന്താ തലയൊക്കെ ഓടിച്ചാൽ ഞാനും നീന്തല പഠിച്ചിട്ട് ഇതേപോലെ നീന്തിയാലമ്മ ഇവിടെ നല്ല ആളുണ്ടാവില്ല നടുക്കായിരിക്കും അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 5:30 6 മണി ആറായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ്. അതെ 5:30 നമുക്ക് 6 മണി വരെയാണ് ടൈം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഈ വീഡിയോ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ബൈ. ഇറങ്ങിയിരിക്കും ജോക്കൂടം കയറിയില്ല അല്ലേ?